हेलो नमस्ते, कॉम्पिटिटिव क्रैकर में आप सबका स्वागत है. നമ്മൾ ഹിന്ദി സെറ്റിൻ്റെ കുറച്ചധികം ക്വസ്റ്റ്യൻസുമായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് സെറ്റായിട്ട് മുന്നോട്ട് പോകാം അല്ലേ? ഒരാൾ സെറ്റ് അല്ലെങ്കിൽ പ്രശ്നമാവില്ലേ? എസ് സെറ്റ്, കുഞ്ഞു കുട്ടികളൊക്കെ പറയുന്ന പോലെ സെറ്റ് ഇല്ലേ? യെസ്. 14 സപ്തഹമേം സമ്മിളിത കവയിത്രി. 14 സപ്തഹത്തിൽ ഒരു കവയിത്രി. ഓക്കെ, അവരാരാണ്? അത് നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. ഒരു ലേഡി അതിനകത്ത് വരുമ്പോൾ നമ്മൾ എന്തായാലും കണ്ടുപിടിച്ചിട്ടേ പറ്റുള്ളൂ അല്ലേ? യെസ്. എ ഇന്ദു ജെയിൻ, ബി സുനിത ജെയിൻ, സി സുമൻ രാജെ, ഡി കീർത്തി ചൗധരി. ആരാണ് ആ 14 സപ്തഹിലെ ലേഡി? ആരാണ്? സി സുമൻ രാജെ. പേര് ഓർത്തിരിക്കുക. 14 സപ്തഹ് എന്ന് ഓർത്തിരിക്കുക. കവയിത്രി എന്ന് ഓർത്തിരിക്കുക. സുമൻ രാജെ. പേര് അങ്ങനെ തന്നെ പഠിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഇത് നമ്മൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അതാ നോക്കിയേ. ബോൽനെ വാലി ഔരത്ത് കിസ്കി കഹാനി സങ്കലൻ ഹേ. സംസാരിക്കുന്ന സ്ത്രീ. നന്നായില്ലേ? സംസാരിക്കാത്ത സ്ത്രീകളുണ്ടോ? ഉണ്ടാവായിരിക്കാം ഇല്ലേ? യെസ്. ബോൽനെ വാലി ഔരത്ത് കിസ്കി കഹാനി സങ്കലൻ ഹേ. ആരുടെ കഥാസങ്കലനമാണ്? എ നാസിറ ശർമ്മ, ബി ചന്ദ്രകാന്ത, സി നമിത സിംഗ്, ഡി മമത കാലിയ. ആരുടേതാണ്? ഓപ്ഷൻ ഡി മമത കാലിയ. ഗലത്ത് ലോകം കെ ബീച്ച് കഹാനി സങ്കലൻ കാ രചനാകാർ ഹേ. ഗലത്ത് ലോകം കെ ബീച്ച്. ഓരോന്നും വെറൈറ്റി ആണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. യെസ്, ശ്രദ്ധിക്കുക. എ നമിത സിംഗ്, ബി മമത കാലിയ, സി നാസിറ ശർമ്മ, ഡി ചന്ദ്രകാന്ത. ആരാണ് ഗലത്ത് ലോകം കെ ബീച്ച് എന്ന കഹാനി സങ്കലിന്റെ രചനാകാർ? ആരാണ്? ഓപ്ഷൻ ഡി ചന്ദ്രകാന്ത. മുടുമുടുക്കെ ദേഖ്താഹും കിസ്കി ആത്മകഥ ഹേ. അപ്പോൾ ആരുടെ ആത്മകഥയാണ്? മുടുമുടുക്കെ ദേഖ്താഹും അല്ലേ? പേര് കേൾക്കാൻ ഒരു രസമുണ്ട് അല്ലേ? അങ്ങനെയുള്ള പേരുകളൊക്കെ വരുമ്പോൾ നോട്ട് ചെയ്ത് വെക്കുക എവിടെയെങ്കിലുമൊക്കെ കേട്ടോ. യെസ്, മുടുമുടുക്കെ ദേഖ്താഹും. അപ്പോൾ അത് ആത്മകഥയാണെന്ന് മനസ്സിലായി. ഇനി റൈറ്റർ ആരാണ് നമ്മൾ അറിയാൻ പോകുന്നു. ഓപ്ഷൻ എ രാജേന്ദ്ര യാദവ്, ഓപ്ഷൻ ബി കമലേശ്വർ, ഓപ്ഷൻ സി ഭീഷ്മ സാഹിനി, ഡി കുസും അൻസൽ. ആരാണ്? ഓപ്ഷൻ എ രാജേന്ദ്ര യാദവ്. ഹിന്ദി के पहले पत्र उदंत मार्तंड का प्रकाशन कब हुआ? അപ്പോൾ ഓർക്കുക, പഹലെ പത്ര ഉദന്ത് മാർത്തണ്ഡ് അതെപ്പോഴാണ് പബ്ലിഷ് ചെയ്യപ്പെട്ടത്? ഓപ്ഷൻ എ 1840, ഓപ്ഷൻ ബി 1820, ഓപ്ഷൻ സി 1826, ഓപ്ഷൻ ഡി 1834. ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. ആദ്യത്തെ പത്രമാണെന്നും ഉദന്ത് മാർത്തണ്ഡാണെന്നും അതെന്നാ പബ്ലിഷ് ചെയ്യപ്പെട്ടതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുന്നതാണ് ബുദ്ധി. ഓക്കെ, യെസ്. ഏതാ അതിൻ്റെ ആൻസർ? ഓപ്ഷൻ സി 1826. പാശ്ചാത്യ കാവ്യമേ പ്രഥമ കലാവാദി സമീക്ഷക് കിസ്കോ മാനാ ജാത്ത ഹേ. പാശ്ചാത്യ കാവ്യത്തിൽ ആദ്യത്തെ കലാവാദി സമീക്ഷകൻ വിമർശകൻ എന്ന് അറിയപ്പെടുന്ന ആൾ ആരാണ്? എ പ്ലേറ്റോ, ബി അരസ്തു, സി ഫ്രാൻസിസ് ബേക്കൻ, ഡി ലോജായിൻസ്. ആരാണ് പാശ്ചാത്യ കാവ്യത്തിൽ ആദ്യത്തെ കലാവാദി സമീക്ഷക്? ആരാണ്? ഓപ്ഷൻ എ പ്ലേറ്റോ. എസ്സേ ഓൺ ഡ്രാമാറ്റിക് പോയട്രി കിസ്കി രചന ഹെ. എസ്സേ ഓൺ ഡ്രാമാറ്റിക് പോയട്രി എന്ന് പറയുന്നത് ആരുടെ രചനയാണ്? എ ലോജായിൻസ്, ബി വേർഡ്സ്വർത്ത്, സി ഡ്രൈഡൻ, ഡി കോൾറിഡ്ജ്. ഡ്രാമാറ്റിക് ഡ്രൈഡൻ അല്ലേ? എങ്ങനെയുണ്ടാവും? അങ്ങനെ ഓർത്തിരുന്നാൽ മതിയില്ലേ? ആരാ? യെസ്, ഡ്രൈഡൻ. ഡ്ര. മനസ്സിലായോ? ഇങ്ങനെ ചില ക്ലൂസ് ഉണ്ടാവും ചില ക്വസ്റ്റ്യൻസിൽ. അങ്ങനെ ഓർത്തിരുന്നാൽ നമുക്കത് പെട്ടെന്ന് പിടികിട്ടും. ബയോഗ്രാഫിയ ലിറ്റററിയ കെ രചനാകാർ കോൺ ഹെ. ബയോഗ്രാഫിയ ലിറ്റററിയ അത് എഴുതിയ ആളാരാണ്? എ വേർഡ്സ്വർത്ത്, ബി ഡ്രൈഡൻ, സി മാത്യു അർണോൾഡ്, ഡി കോൾറിഡ്ജ്. ആരാണ്? ഓപ്ഷൻ ഡി കോൾറിഡ്ജ്. യെസ് അല്ലേ? ഇവിടെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിലൂടെ സെറ്റ് നേടിയവർ. നിങ്ങൾക്കിത് കണ്ടിട്ട് ആഗ്രഹം തോന്നുന്നില്ലേ? അല്ലേ? ഒരു സെറ്റ് നേടിയെടുത്താൽ നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? സമയം വൈകിട്ടില്ല. ഉടൻ തന്നെ നിങ്ങൾ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ 60 ഡേ കോഴ്സിൽ ജോയിൻ ചെയ്യൂ. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ. സെറ്റ് നേടിയെടുക്കൂ. ഒത്തിരിയേറെ നല്ല അധ്യാപകർ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്.
നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. എല്ലാ തരത്തിലുള്ള ഹെൽപ്പും ഇവിടുന്ന് നിങ്ങൾക്ക് ലഭിക്കും, ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം സെറ്റാകൂ. ഈ നമ്പറിൽ വിളിക്കൂ, 9746455514 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കൂ. പഠിച്ചു മുന്നേറും, സെറ്റ് നേടിയെടുക്കൂ. സെറ്റല്ലേ? നോക്കാം. യെസ്. ഇൻമേ കിൻകോ ജ്ഞാനപീഠ പുരസ്കാർ നഹി മിലാ ഹെ. ജ്ഞാനപീഠ പുരസ്കാരം കിട്ടാത്ത ആളാണ്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ നഹിം എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചാടി പിടിച്ച് അതിൻ്റെ ഓപ്ഷനൊന്നും റബ്ബ് ചെയ്യാൻ നിൽക്കരുത്, പിന്നെ മാർക്ക് ചെയ്യാൻ നിൽക്കരുത്. എന്ത് വേണം? അത് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓപ്ഷൻ എ അജ്ഞയ്, ബി ദിൻകർ, സി നരേഷ് മേത്ത, ഡി കേദാർനാഥ് അഗ്രവാൾ. ആരാണ്? കിട്ടാത്ത ആളാണേ, ജ്ഞാനപീഠ അവാർഡ് കിട്ടാത്ത ആളാണേ. ऑप्शन डी केदारनाथ अग्रवाल. मैथिली में यात्री नाम से लिखने वाला हिंदी कवि. मैथिली അതിനകത്ത് ആ യാത്രി എന്ന പേരിൽ എഴുതിയിരുന്ന ഹിന്ദി കവി ആരാണ്? ഓപ്ഷൻ എ ത്രിലോചൻ, ഓപ്ഷൻ ബി നാഗാർജുൻ, ഓപ്ഷൻ സി ധൂമിൽ, ഓപ്ഷൻ ഡി അജ്ഞേയ്. ആരാണ്? അറിയാമായിരിക്കും നിങ്ങൾക്ക് പേര് അല്ലേ? നമ്മൾക്ക് നല്ല പരിചയമുള്ള പേരാണ്. യെസ്, ആരാണത്? ऑप्शन बी नागार्जुन. क्षमा शोभती उस भुजंग को जिसके पास गरल हो. यह पंक्ति किसका आविसे है? ക്ഷമ ശോഭിക്കുന്നത് ആർക്കാന്നാ പറഞ്ഞിരിക്കണേ? ഏത് പാമ്പിൻ്റെ അടുത്താണോ വിഷമുള്ളത് ആ പാമ്പിനാണ് ക്ഷമ ശോഭിക്കുന്നതെന്ന്. എന്ന് ഏതിലെ വരികളാണ്? എ കുരുക്ഷേത്ര, ബി ഹുങ്കാർ, സി രേണുക, ഡി ഉർവശി. ഏതിലെ വരികളാണത്? ഏതിലെ വരികളാണ്? എ കുരുക്ഷേത്ര. നിമ്നമേം കോൺ 14 സപ്തഹ കെ കവി നഹി ഹെ. താഴെ പറയുന്നതിൽ 14 സപ്തഹിലെ കവി അല്ലാത്തതാരാണ്? എ അവധേഷ് കുമാർ, ബി വിജയദേവ് നാരായൺ സാഹി, സി ശ്രീകാന്ത് വർമ്മ, ഡി ജഗദീഷ് ഗുപ്ത്. ആരാണ്? യെസ്, ഓപ്ഷൻ സി ശ്രീകാന്ത് വർമ്മ. आगे ऐसा कह दिया मैंने किसकी रचना है? आगे ऐसा कह दिया मैंने किसकी रचना है? ए नागार्जुन, बी राजेश जोशी, सी कुंवर नारायण, डी लीलाधर जगूडी. ആരാണ്? ആഗിർ ഐസ കഹ്ദിയ മേനെ ആരുടെ രചനയാണ്? ഓപ്ഷൻ എ നാഗാർജുൻ. രാത് अब भी किसका काव्य संकलन है? रात अब भी किसका काव्य संकलन है? ए राजेश जोशी, बी नागार्जुन, സി ലീലാധർ ജഗൂഡി, ഡി കുംവർ നാരായൺ. ആരുടേതാണ്? രാത് അബ് ബി. ആരുടേതാ? ലീലാധർ ജഗൂഡി. ഓക്കെ, അപ്പോൾ കുറേയേറെ ചോദ്യോത്തരങ്ങളിലൂടെ നമ്മൾ കടന്നു പോന്നു. ഇതെല്ലാം ഈ കാലങ്ങളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ 60 ഡേയ്സിൽ ഒരു ക്രാഷ് കോഴ്സ് നമ്മളുടെ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ചേരാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യേണ്ട നമ്പർ ഇതാണ്, 9746455514 എന്ന് പറയുന്ന നമ്പറിൽ ജോയിൻ ചെയ്യൂ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ സെറ്റ് നേടൂ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.